മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ സംബന്ധിച്ച് പഠനം നടത്തിയ ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി ആദ്യഘട്ട റിപ്പോർട്ട് സമർപ്പിച്ചു. മുണ്ടക്കൈയിലും ചൂരൽമലയിലും കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങൾ ഉണ്ടെന്നും പുഞ്ചിരിമഠം സുരക്ഷിതമല്ലെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു. ദുരന്തബാധിതരുടെ താൽക്കാലിക പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി 24 പറഞ്ഞു. ഉരുൾപൊട്ടലുണ്ടായ പുഞ്ചിരിമട്ടം മുതൽ ചൂരൽമല വരെയുള്ള ഭാഗത്ത് 4 ദിവസം പഠനം നടത്തിയ ശേഷമാണ് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘം ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ആദ്യഘട്ട റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ചൂരൽമലയെയും മുണ്ടക്കയെയും അപേക്ഷിച്ച് പുഞ്ചിരിമട്ടം സേഫ് കാറ്റഗറിയിലല്ലെന്ന് പറയുന്നു. ടൗൺഷിപ്പിനായി സർക്കാർ 8 സ്ഥലങ്ങളുടെ പട്ടിക വിദഗ്ധ സമിതിക്ക് കൈമാറിയിരുന്നു. ഇതിൽ 5 ഇടങ്ങൾ സുരക്ഷിതമെന്നും റിപ്പോർട്ടിലുണ്ട്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിൽ പരിശോധന നടത്താൻ സമിതി വീണ്ടും ചൂരൽമലയിലെത്തും. 97 കുടുംബങ്ങളാണ് നിലവിൽ ക്യാമ്പിൽ കഴിയുന്നത്. താൽക്കാലിക പുനരധിവാസം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ആശങ്ക വേണ്ടെന്നും റവന്യൂ മന്ത്രി കെ രാജൻ 24 പറഞ്ഞു. ടൗൺഷിപ്പ് എന്ന ആശയം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇനി ആശയവുമായി ബന്ധപ്പെട്ട ഈ ദുരന്തത്തിൽപ്പെട്ടവരും ജനപ്രതിനിധികളും പ്രദേശത്തുള്ളവരുമായി കൂടിയാലോചിക്കും. സർവകക്ഷികളുമായും ആശയം പങ്കുവയ്ക്കും. അങ്ങനെ വളരെ കൃത്യതയോടുകൂടി തയ്യാറാക്കുന്ന ഒരു പദ്ധതിയായിരിക്കും സ്ഥായിയായ പുനരധിവാസം. പ്രധാനമന്ത്രി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും കേരളം അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. ടൗൺഷിപ്പിന്റെ ആദ്യ നടപടികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു. പക്ഷേ ഈ താൽക്കാലിക പുനരധിവാസത്തിലുള്ള മെല്ലെപ്പോക്കിന് കൂടി അടിയന്തര പരിഹാരമുണ്ടാകണം. ടീം 24 വയനാട്.